നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മരണം അത് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോഴിതാ ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇസ്രായേലാണെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 5 മാസം കഴിഞ്ഞപ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണം, അതിന് പിന്നാലെ ഹനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഹനിയ കൊല്ലപ്പെട്ട ശേഷം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മരണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പറയാനോ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഞങ്ങൾ തന്നെയെന്ന്. ഹമാസിന്റെയും ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയതും ഇസ്രായേലാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. യമനിലെ വിമത വിഭാഗമായ ഹൂതികളുടെ നേതൃനിര അവയ്ക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ടെഹ്റാൻ, ഗാസ, ലബനാൻ എന്നിവിടങ്ങളിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ഉന്നത നേതാവ് യഹ്യ സിൻവാർ, ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല എന്നിവരോട് ചെയ്തതിന് സമാനമായി അൽ ഹുദൈദ്, സന എന്നിവിടങ്ങളിലും നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഹനിയയുടെ മരണം ഏവരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു. ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്ക്യാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെ ടെഹ്റാനിലെത്തിയതായിരുന്നു ഹനിയ. ഹനിയ താമസിച്ച വീടിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ജൂലൈ 31-ന് നടന്ന സ്ഫോടനം, ആ സ്ഫോടനത്തിൽ ഹനിയ മാത്രമല്ല, ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. 2017 മുതൽ ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഹമാസിനെ വലിയ രീതിയിലാണ് നടുക്കിയത്. എന്തായാലും ഇപ്പോൾ ഇതാ ഹനിയ കൊല്ലപ്പെട്ട് 5 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇസ്രായേൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഹനിയയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹമാസിന്റെ പ്രതികരണം ഇനി എന്താകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹമാസിന് അവരുടെ ഉന്നത നേതാക്കന്മാരെ എല്ലാം നഷ്ടമായിരുന്നു. ഹനിയ, അതുപോലെ തന്നെ യഹ്യ സിൻവാർ തുടങ്ങി എത്രയോ പ്രമുഖരായ നേതാക്കളെയാണ് ഹമാസിന് നഷ്ടമായിരിക്കുന്നത്. ഇതിനെല്ലാം ഹമാസിന്റെ മറുപടി എന്തായിരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിൽ പങ്കുള്ള ഓരോരുത്തരും സ്വന്തം മരണ വാറന്റിൽ ഒപ്പുവെച്ച് കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ. ജൂതനും ജൂതരാഷ്ട്രത്തിനും കാവൽ മാലാഖിയായി നിൽക്കുന്ന ബർണിയയുടെ തലയെടുക്കാൻ ഇറാൻ 18 അടവും പയറ്റിത്തോറ്റവരാണ്. ഡേവിഡിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായി ഒക്ടോബർ 7. എന്നാൽ ശത്രുക്കൾ തീക്കളിയാണ് കളിച്ചത്. ശരിക്കും ഭീകരർ ഭയക്കേണ്ടത് നെതന്യാഹുവിനെ അല്ല, ഡേവിഡിനെയാണ്. ഇറാന്റെ മതനേതാവ് എന്ന പരിഗണന ഇസ്രായേൽ കൊടുത്തിരുന്നു. എന്നാൽ തീവ്രവാദത്തിന്റെ തല അതാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടു. ആദ്യം എടുക്കേണ്ടത് ആ തലയാണെന്ന് മൊസാദ് കൂട്ടിച്ചേർത്തു. അന്ന് തുടങ്ങി ഖമനേയിക്കുള്ള കൗണ്ട് ഡൗൺ. അടുത്തിടെ ഇസ്രായേലിന്റെ ചാനൽ 14-ൽ കാണിക്കുകയും BBC പുറത്തുവിടുകയും ചെയ്ത റിപ്പോർട്ടും ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. ഇറാഖി ഷിയ പുരോഹിതൻ അലി അൽ സിസ്താനി, ഹമാസ് നേതാവ് യഹ്യ സിൻവാർ, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള, ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്യം ഖാസിം, യമൻ ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി, ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി എന്നിവരുടെ പേരുകൾ റെഡ് മാർക്കർ കൊണ്ട് ബോൾഡായി മാർക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കി കുറച്ചു പേരുകൾ കറുപ്പ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിൽ റെഡ് മാർക്കറിൽ മാർക്ക് ചെയ്തിരുന്ന പേരുകളിൽ പലരും ഇനി ഇല്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് റെഡ് മാർക്കറിൽ എഴുതപ്പെട്ട പേരുകൾ ഉടൻ തുടച്ചു നീക്കപ്പെടേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് അത്ര ബോൾഡായി രേഖപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാം. അതിലേക്ക് പിന്നീട് ചേർക്കപ്പെട്ട മറ്റൊരു പേര് ഖമനേയി, അത് കുറച്ചുകൂടി വലിപ്പത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഖമനേയി ആണോ എന്ന സംശയവും ശക്തമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കെട്ടിപ്പൊക്കിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ തലയാണ് ഖമനേയി. ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് എന്ന HHന്റെയും ഇവരെ ഇറാഖ് സായുധ സേന, സിറിയൻ സായുധ സേന വിഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്ത് വലിയ പട ഉരുവാക്കിയ മാസ്റ്റർ ബ്രെയിൻ. ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ ഖ്യാതിയിലേക്ക് ഖമനേയി എത്തപ്പെട്ടിരിക്കുന്നു. ആ പേരാണ് മൊസാദ് അവരുടെ ലിസ്റ്റിൽ ആദ്യത്തേതെന്ന് അവസാനം എഴുതി ചേർത്തിരിക്കുന്നത്. സുരക്ഷിതരെന്ന് അഹങ്കരിച്ച ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരിക്കുന്ന മടയിൽ കയറി തീർത്തു. ഇറാനിൽ കയറി ഖമനേയിയുടെ ചിറകിനടിയിൽ നിന്ന് ഹനിയയുടെ ജീവനെടുത്തു. പേജറുകളിൽ സ്ഫോടനം നടത്തി അമേരിക്കയുടെ CIA പോലും മൊസാദ് ഞെട്ടിച്ചു. എന്തായാലും ഇനി എന്താണ് അടുത്ത ഇസ്രായേലിന്റെ നീക്കം എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.